ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗ്രീൻ പീസാണ്. ഇത് ഏകദേശം 8 മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസാണ്. ശേഷം ഒരു കുക്കർ അടുപ്പിലോട്ട് വയ്ക്കുക. നല്ലതുപോലെ ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. ഒപ്പം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർക്കുക. അത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 2 സവാള കൂടി അരിഞ്ഞത് ചേർക്കണം. ഇതിലേക്ക് പച്ചമുളകും ചേർക്കുക. ഇതൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. സവാള പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിപ്പഴവും ഉരുളൻകിഴങ്ങുമാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. തക്കാളി ഉരുളൻകിഴങ്ങും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് 1 സെക്കൻഡ് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറണം. ഇതിൽ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് 3 വിസിൽ കേൾപ്പിക്കുക. ഇനി കറിയിലേക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ, 1 നുള്ളി പെരിഞ്ജീരകം, 2 ഏലക്ക, പട്ട, 1/4 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത അരപ്പ് ഈ കറിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. കൂടിപ്പോയാൽ കറി ലൂസായിരിക്കും, കുറഞ്ഞു പോയാൽ കട്ടിയാവും. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കാവുന്നതാണ്. ദോശയ്ക്കും ചപ്പാത്തിക്കും പുട്ടിനും പൂരിക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണത്.